Dear students, ഇന്നത്തെ subject maths, relations and functions. First question, show that the function f from r to r given by f of x equal to 4x plus 3 is 1, 1 and on to. എന്താണ് പറഞ്ഞിട്ടുള്ളത്? Function f from r to r given by f of x equal to 4x plus 3. അത് 1, 1 ആണ് on to ആണെന്ന് ഷോ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. 1, 1 ആണ് എങ്കിൽ എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എഴുതാം. ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? എക്സ് വൺ ഈക്വൽ ടു എക്സ് ടു എന്ന് കിട്ടും. ഓൺ ടു ആണെങ്കിൽ എന്താ ചെയ്യേണ്ടത്? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കാം. എന്നിട്ട് എക്സിനെ ഇൻ ടേംസ് ഓഫ് വൈ എഴുതാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 4x പ്ലസ് 3. ആദ്യം എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. എഫ് ഓഫ് എക്സ് വൺ കിട്ടാനായിട്ട് എഫ് ഓഫ് എക്സില് എക്സിന് പകരം എക്സ് വൺ ഇട്ട് കൊടുക്കാം. അപ്പൊ എന്താ വരിക? 4x1 പ്ലസ് 3. എഫ് ഓഫ് എക്സ് ടു കിട്ടാനായിട്ട് എഫ് ഓഫ് എക്സില് എക്സിന് പകരം എക്സ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എക്സിന് പകരം എക്സ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്താ വരിക? 4x2 പ്ലസ് 3 എന്ന് വരും. എഫ് ഓഫ് എക്സ് ടു എന്ന് പറയുന്നത് 4x2 പ്ലസ് 3. 4x1 പ്ലസ് 3 ഈക്വൽ ടു 4x2 പ്ലസ് 3. കോമൺ ടേം ക്യാൻസൽ ചെയ്യുക. 3, 3 ക്യാൻസൽ. 4x1 ഈക്വൽ ടു 4x2 എന്ന് കിട്ടി. 4, 4 ക്യാൻസൽ. x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. അപ്പോൾ ഫംഗ്ഷൻ എന്താണ്? 1, 1 ആണ്. ഒരു ഫംഗ്ഷൻ 1, 1 ആണെങ്കിൽ പ്രീ ഇമേജ് യുണീക്ക് ആവണം. അപ്പോൾ നമുക്ക് x1 ഈക്വൽ ടു x2 എന്ന് കിട്ടി. ഫംഗ്ഷൻ അങ്ങനെ 1, 1 ആണ്. ഇനി നമുക്ക് ഓൺ ടു ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ അതിനെന്താ ചെയ്യേണ്ടത്? ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുത്തു. എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യനിൽ 4x പ്ലസ് 3 എന്ന് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സിന് പകരം 4x പ്ലസ് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 4x പ്ലസ് 3 ഈക്വൽ ടു വൈ. ഇനി എക്സിനെ വൈയുടെ ടേംസിൽ എഴുതണം. 4x ഈക്വൽ ടു വൈ മൈനസ് 3, എക്സ് ഈക്വൽ ടു വൈ മൈനസ് 3 ബൈ 4. ഇപ്പോൾ വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും അത് ഡൊമൈനിൽ ഉണ്ടായിരിക്കും. എക്സ് എന്ന് പറഞ്ഞാൽ എക്സിന്റെ വാല്യൂ ഡൊമൈനിലും വൈയുടെ വാല്യൂ കോഡൊമൈനിലാണ് ഉണ്ടാവുക. അപ്പോൾ വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും എക്സിൽ ഉണ്ടാവും. കാരണം എന്താണ്? ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ആണ്, റിയൽ നമ്പേഴ്സ് ആണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ കേസിൽ വൈക്ക് ഇപ്പോൾ 1 കൊടുത്തു, അപ്പോൾ ഒരു ഫ്രാക്ഷൻ കിട്ടും. എല്ലാതും നമുക്ക് അത് വൈക്ക് എന്ത് വാല്യൂ കൊടുത്താലും അതിനായിട്ടുള്ള നമ്മുടെ പ്രീ ഇമേജ് എക്സിൽ ഉണ്ടായിരിക്കും. അപ്പൊ അത് എക്സ് എലമെന്റ് ഓഫ് ആർ. അതുകൊണ്ട് തന്നെ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. വൈക്ക് ഏത് വാല്യൂ കൊടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ഡൊമൈനിൽ ഉണ്ടായിരിക്കും. കാരണം എന്താ? ഈ ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ ആണ്. ഓക്കെ, അപ്പൊ ഈ ഫംഗ്ഷൻ എന്താണ്? ഓൺ ടു ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫംഗ്ഷൻ ഫ്രം ക്ലോസ്ഡ് ഇന്റർവെൽ -1, 1 ടു റേഞ്ച് എഫ്. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2. ഫംഗ്ഷൻ 1, 1 ആണോ ഓൺ ടു ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ബൈ എക്സ് പ്ലസ് 2 നമുക്ക് തന്നിട്ടുണ്ട്. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. അപ്പോൾ എക്സിന് പകരം ആദ്യം എക്സ് വൺ ആക്കുക. എക്സ് വൺ ബൈ എക്സ് വൺ പ്ലസ് 2 ഈക്വൽ ടു എക്സ് ടു ബൈ എക്സ് ടു പ്ലസ് 2. അങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എക്സ് വൺ ഇൻറ്റു എക്സ് ടു പ്ലസ് 2 ഈക്വൽ ടു എക്സ് ടു ഇൻറ്റു എക്സ് വൺ പ്ലസ് 2. ഇനി എന്താ ചെയ്യേണ്ടത്? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എക്സ് വൺ എക്സ് ടു പ്ലസ് 2 എക്സ് വൺ ഈക്വൽ ടു എക്സ് വൺ എക്സ് ടു പ്ലസ് 2 എക്സ് ടു. x1 x2 രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്തു. ഇപ്പൊ എന്താ വരിക? 2x1 ഈക്വൽ ടു 2x2. 2 ക്യാൻസൽ ചെയ്തപ്പോൾ x1 ഈക്വൽ ടു x2. ഇതൊരു 1, 1 ഫംഗ്ഷൻ ആണ്. ഈ ക്വസ്റ്റ്യന്റെ പ്രത്യേകത എന്താണ്? ഇതില് ഡൊമെയിൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ -1, 1 തന്നിട്ടുണ്ട്. കോഡൊമെയിൻ എന്ന് പറഞ്ഞിട്ടുള്ളത് എന്താണ്? റേഞ്ച് ഓഫ് എഫ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോഡൊമെയിൻ റേഞ്ചിനും ഈക്വൽ ആണ് എങ്കിൽ, കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആണ് എങ്കിൽ അത് ഓൺ ടു ആയിരിക്കും. കോഡൊമെയിൻ എന്താണെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്? ഈ ക്വസ്റ്റ്യനിൽ റേഞ്ച് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച് ആണെങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. ഒരു ഫംഗ്ഷൻ 1, 1 ഓൺ ടു ആണെങ്കിൽ അത് ബൈജക്റ്റീവ് ഫംഗ്ഷൻ ആയിരിക്കും. സോ ദ ഫംഗ്ഷൻ ഈസ് ബൈജക്റ്റീവ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദ ഫംഗ്ഷൻ n to n given by f of x equal to 2x is 1, 1 but not on 2. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 1, 1 ആണ്, ഓൺ ടു അല്ല എന്നുള്ളത്. അപ്പൊ അത് നമ്മളോട് ഷോ ചെയ്യണം. f of x equal to 2x.
1 ആണെന്ന് ഷോ ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു എന്ന് എഴുതാം. 2x1 എക്സിന് പകരം x1 കൊടുക്കുക. എഫ് ഓഫ് എക്സ് വൺ കിട്ടാനായിട്ട് എക്സിന് പകരം x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2x1 ഈക്വൽ ടു 2x2 എന്ന് കിട്ടി. 2 ക്യാൻസൽ ചെയ്തു. x1 ഈക്വൽ ടു x2. Therefore ഫംഗ്ഷൻ ഈസ് 1 1. ഇനി ഓൺ ടു ആണ് ഒന്ന് നോക്കാം. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ. ലെറ്റ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു വൈ എന്ന് കൊടുക്കാം. എഫ് ഓഫ് എക്സിന് പകരം 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 2x ഈക്വൽ ടു വൈ. എക്സ് കണ്ടുപിടിക്കുക. എക്സ് ഈക്വൽ ടു വൈ ബൈ 2. എക്സിന്റെ വാല്യൂ നമുക്ക് എന്താ കിട്ടിയത്? y ബൈ 2. ഈ ഫംഗ്ഷൻ n ടു n ആണ്. നാച്ചുറൽ നമ്പേഴ്സിൽ നിന്ന് നാച്ചുറൽ, അതായത് ഡൊമെയിൻ നാച്ചുറൽ നമ്പേഴ്സ് ആണ്, അതുപോലെ തന്നെ കോ ഡൊമെയിനും നാച്ചുറൽ നമ്പേഴ്സ് ആണ്. ഇവിടെ ഈ കേസിൽ വൈക്ക് 1 കൊടുത്താൽ എക്സ് കിട്ടുക ഫ്രാക്ഷൻ ആയിരിക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ ഓൺ ടു അല്ല. Therefore the function is not on to. Next question. Show that the function from z to z defined by f of x equal to x square plus 1 is not 1 1. 1 1 അല്ല എന്ന് നമ്മൾ ഷോ ചെയ്യണം. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഇനി എന്താ ചെയ്യേണ്ടത്? എക്സിന് പകരം x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് എക്സ് വൺ കിട്ടാനായിട്ട് എക്സിന് പകരം x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. x1 സ്ക്വയർ പ്ലസ് 1 ഈക്വൽ ടു x2 സ്ക്വയർ പ്ലസ് 1 എന്ന് കിട്ടി. 1 1 ക്യാൻസൽ ചെയ്തു. കോമൺ ടേം ക്യാൻസൽ ചെയ്തു. അപ്പോൾ നമുക്ക് എന്താ കിട്ടുക? x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ എന്ന് കിട്ടും. പക്ഷേ x1 നോട്ട് ഈക്വൽ ടു x2 ആണ്. ഈ കേസിൽ ഇപ്പൊ നമ്മൾ x1 സ്ക്വയർ ഈക്വൽ ടു x2 സ്ക്വയർ ആണ്. x1 നോട്ട് ഈക്വൽ ടു x2. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ -2 സ്ക്വയർ 4 ആണ്. 2 സ്ക്വയറും 4 തന്നെയാണ്. പക്ഷേ x1 ഈക്വൽ ഇപ്പോൾ x1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ -2 ആണെന്ന് വെക്കുക. -2 സ്ക്വയർ 4 ആണ്. 2 സ്ക്വയറും 4 തന്നെയാണ്. അപ്പോൾ പക്ഷേ x1 നോട്ട് ഈക്വൽ ടു x2 അല്ല. -2 നോട്ട് ഈക്വൽ ടു 2. x1 ഈ കേസിൽ എന്താ പറയുക? x1 ഈക്വൽ ടു റൂട്ട് ഓഫ് x2 സ്ക്വയർ, അതായത് x1 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് x2 എന്ന് കിട്ടും. ഒരു ഫംഗ്ഷൻ 1 1 ആവണമെങ്കിൽ പ്രീ ഇമേജ് യൂണീക്ക് ആവണം. ഈ കേസിൽ ഇപ്പൊ നമ്മളിവിടെ എക്സിന് പകരം എക്സിന് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എഫ് ഓഫ് 1 ഈക്വൽ ടു നമുക്ക് എന്താ കിട്ടുക? 1 സ്ക്വയർ പ്ലസ് 1 2 എന്ന് കിട്ടും. എഫ് ഓഫ് -1 ഇട്ട് കൊടുത്താലും നമുക്ക് എന്താ കിട്ടുക? -1 സ്ക്വയർ പ്ലസ് 1 2 തന്നെ കിട്ടും. അപ്പോൾ ഒരു ഫംഗ്ഷൻ 1 1 ആവണമെങ്കിൽ പ്രീ ഇമേജ് യുണീക്ക് ആവണം. ഈ കേസിൽ ഈ ഫംഗ്ഷൻ അതുകൊണ്ട് 1 1 അല്ല. Therefore the function is not 1 1. Next question. A function f from R to R defined by f of x equal to 2x minus 3 by 7 is function a 1 1 function. ഇപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? നമുക്ക് എഫ് ഓഫ് എക്സ് തന്നിട്ടുണ്ട്. ഫംഗ്ഷൻ ഫ്രം ആർ ടു ആർ. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 2x മൈനസ് 3 ബൈ 7. എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു 1 1 ആണോ നോക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു. ഇനി എന്താ ചെയ്യേണ്ടത്? ഈ എക്സിന് പകരം x1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എഫ് ഓഫ് x1 കിട്ടാനായിട്ട് 2x1 മൈനസ് 3 ബൈ 7 ഈക്വൽ ടു 2x2 മൈനസ് 3 ബൈ 7. കോമൺ ടേം ക്യാൻസൽ ചെയ്ത 7 7 ക്യാൻസൽ ചെയ്തു. 2 2 ക്യാൻസൽ ചെയ്തു. 3 3 ക്യാൻസൽ ചെയ്തു. നമുക്ക് എന്ത് കിട്ടി? x1 ഈക്വൽ ടു x2. Therefore the function is 1 1. A function f from x to y is on to if range of f equal to dash. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ റേഞ്ച് എന്തിനോട് ഈക്വൽ ആയിരിക്കും? റേഞ്ചും എന്തുമായിരിക്കും ഈക്വൽ? കോഡൊമെയിൻ. കോഡൊമെയിൻ ഈക്വൽ ടു റേഞ്ച് ആണെങ്കിൽ എന്താണ്? ഒരു ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. റേഞ്ച് ഈക്വൽ ടു കോഡൊമെയിൻ രണ്ടും ഈക്വൽ. കോഡൊമെയിനും റേഞ്ചും ഈക്വൽ ആണ് എങ്കിൽ ഫംഗ്ഷൻ ഓൺ ടു ആയിരിക്കും. ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ റേഞ്ചും കോഡൊമെയിനും ഈക്വൽ ആവണം. Next question. Consider the sets A equal to set 1 2 3 4 5, B equal to set 1 4 9 16 25 and a function f from A to B defined by f of 1 equal to 1, f of 2 equal to 4, f of 3 equal to 9, f of 4 equal to 16 and f of 5 equal to 25. Show that function f is 1 1 and on to. നമ്മൾ ആദ്യം തന്നെ 1 2 3 4 നമ്മൾ വരച്ചു നോക്കാം. നമ്മൾ ആദ്യം തന്നെ 1 2 3 4 5. ഡൊമെയിൻ എത്രയാണ്? 1 2 3 4 5. റേഞ്ച് തന്നിട്ടുള്ളത് എഫ് ഓഫ് 1 1 ആണ് തന്നിട്ടുണ്ട്. എഫ് ഓഫ് 2 4. എഫ് ഓഫ് 2 4ലേക്ക് വരച്ചു. എഫ് ഓഫ് 3യിൽ നിന്ന് 9ലേക്ക് വരയ്ക്കുക. എഫ് ഓഫ് 4 16.
എഫ് ഓഫ് 5 25. വരച്ചപ്പോൾ നമ്മൾ എന്താ കണ്ടത്? എവറി എലമെന്റ് ഓഫ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ ബി. സോ ദ ഫംഗ്ഷൻ ഈസ് 1 1 1. ഓക്കെ, എവറി എലമെന്റ് ഓഫ് എ ഹാസ് വൺ ആൻഡ് ഓൺലി വൺ ഇമേജ് ഇൻ ബി. സോ ദ ഫംഗ്ഷൻ ഈസ് 1 1. ഫംഗ്ഷൻ ഓൺ ടു ആവണമെങ്കിൽ ഇവിടെയുള്ള എല്ലാ എലമെന്റ്സിനും ഇവിടെ പ്രീ ഇമേജ് ഉണ്ടാവണം. ഇവിടെ എല്ലാ എലമെന്റ്സിനും പ്രീ ഇമേജ് ഉണ്ട്. സിൻസ് എവറി എലമെന്റ് ഓഫ് ബി ഹാസ് എ പ്രീ ഇമേജ് ഇൻ എ, ദ ഫംഗ്ഷൻ ഈസ് ഓൺ ടു. അപ്പോൾ നമ്മൾ ഷോ ചെയ്തു ഫംഗ്ഷൻ 1 1 ആണ്, ഓൺ ടു ആണെന്ന് നമ്മൾ ഷോ ചെയ്തു. എന്താ ചെയ്തത്? ആദ്യം തന്നെ നമ്മൾ വരച്ചു നോക്കുക. അതിനുശേഷം നമ്മൾ നോക്കുമ്പോൾ എന്താ നോക്കിയേ, എ എന്ന് പറഞ്ഞ സെറ്റിൽ ഉള്ള എല്ലാ എലമെന്റ്സിനും ബിയിൽ ഒരേ ഒരു ഇമേജ് ഉള്ളൂ. അതുകൊണ്ട് ഈ ഫംഗ്ഷൻ 1 1 ആണ്. മാത്രമല്ല ബിയിലുള്ള എല്ലാ എലമെന്റ്സിനും ഇവിടെ പ്രീ ഇമേജ് ഉണ്ട്. അതുകൊണ്ട് ഇത് ഫംഗ്ഷൻ ഓൺ ടു ആണ്. ഓക്കെ, താങ്ക് യു.